പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം
അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും. ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ് അയാൾക്ക് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല. രണ്ട് തരം ഓർമ്മകൾ, ആത്മീയ ഓർമ്മകളുണ്ട്. രണ്ട് തരം ആത്മീയ ഓർമ്മകളുണ്ട്. ഒന്ന്, നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ. പക്ഷെ ഇത് ചിലപ്പോൾ രണ്ട് ഫംഗ്ഷനായി മാറും. ഇപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതല്ല ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ഓർമ്മ. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല് എൻ്റെ ഓരോ പ്രാർത്ഥനകളിലെ ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തോളം നല്ല. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത്. ഒരു ഉപകരണമാണ്. അതെന്താണ്? ഒരു മീൻസാണ്, നോട്ട് എൻ്റെ. അതൊരു മീൻസാണ്, അത്രേ ഉള്ളൂ. ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് വിഷയം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാർനാഫർണിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്ക് അതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്. ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ശക്തി വരുന്നത്. ഒരു വ്യക്തിക്ക് അവൻ എംപവർ ആൻഡ് ആംഡ് ആകണം. അങ്ങനെയാണ്. അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ഇൻറ്റിമസിയൊക്കെ ഉണ്ട്, ഇൻറ്റിമസി പക്ഷേ എംപവറിങ് ആണ്. വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ്. ക്രിസ്തുവിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ലാണ് കുർബാനയുടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മാളെ കെട്ടിക്കണ കാര്യം പറഞ്ഞു, ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു, വാട്ട് നോൺസെൻസ്. അപ്പോൾ ഇനി കാര്യം എന്താ? ഇപ്പം ഇത് ഒരു കാലത്ത് നോൺസെൻസ് അല്ലായിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം. ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ. അപ്പോൾ ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്തരംഗവും ഉണ്ടാകണം. അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ്. ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. അൾത്താറയിൽ അനുഷ്ഠിച്ച ദിവരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം, അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്നാ, ബethനിയിലെ മറിയമല്ലേ. അവർ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഹൃദയം തറസിക്കും. പക്ഷെ ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈ നാർദൻ സുഗന്ധ തൈലം എടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പെറുപെറുപ്പും തോന്നിയവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല, യൂദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ല, അത് എക്കാലത്തും ഉണ്ടാവും. ദൈവത്തെ പേടിയില്ലാത്തവർ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയ പള്ളികളെ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ സംസാരിക്കും. അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് വീട് വെക്കാൻ തന്നെ ചോദിക്കും. ചുമ്മാ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് എടുത്തത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് വചനം പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്നുകൊണ്ട് ആൾക്കാർ ദൈവകുർബാന ഇരിക്കുന്നു. ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട്, ഒരു സാധാരണ പള്ളിയാണ് വെച്ചിരിക്കണം. ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് അൾത്താരയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കണം ചെയ്തത്. കാര്യം അൾത്താരയ്ക്ക് ഒരു 10-20 ലക്ഷം 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്ക് അൾത്താര ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അൾത്താര ഈശോ ഇരിക്കുന്ന സ്ഥലമാണ്. ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ, ആ കാശെടുത്ത് പാവത്തൊക്കെ വീട് വെച്ച് കൊടുത്തില്ല കഴിഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയും ഒത്തിരി കാര്യങ്ങൾ. ദൈവം ആരാണെന്നും കുർബാനയിൽ ആരാണ് ഇരിക്കണത്, ആരാണ് ഉള്ളതെന്നൊക്കെ അറിയാവുന്നതിന് അങ്ങനെ സംസാരിക്കത്തില്ല. അറിയില്ലാത്തത് അങ്ങനെ സംസാരിക്കും. അവൻ ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ആർക്കും കൊടുക്കുന്നത് വേറെ വിഷയം. അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല. കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത്. എന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണമെന്ന് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്താ നാർദൻ സുഗന്ധ തൈലമേ 300 ദനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലല്ലേ. അപ്പോൾ 300 ദനാര എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദനാറ. ഈ യഹൂദിന് 300 ദിവസമേ ഉള്ളൊരു വർഷം, ബാക്കിയെല്ലാം 52 ശനിയാഴ്ച പോകും. 365 ദിവസത്തിൽ 52 ശനിയാഴ്ച പോകും. പിന്നെ കൂടാര തിരുനാൾ, വേറെ തിരുനാളെല്ലാം കൂടി ഈ 65 ദിവസവും പോകും. പിന്നെ 300 ദിവസമേ ഉള്ളൂ. ആ 300 ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ പാദത്തെങ്കിൽ സുഗന്ധയിലുമായിട്ട് ഉപേക്ഷിക്കുന്നത്. ജീവൻ തിരിച്ച് കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ച് കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും. അപ്പോഴാണ് യൂദാസിനെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ, കൂടാളത്തിൻ്റെ പോലെ ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാം. ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവളെ വിഷമിപ്പിക്കാതിരിക്കുമോ. അത് കേട്ടെ, വചനം കേട്ടെ. 10:26-11
ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി, ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അവളെ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ? അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട്. അതിനെന്ത് ചെയ്യാന്നറിയാവോ? അൾത്താരയ്ക്ക് വെളിയിൽ, മനുഷ്യരുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ ഇടയിൽ, ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. അങ്ങനെയാണെങ്കിലുണ്ടല്ല, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും. ചിലർ ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും, പക്ഷെ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല. അവർക്ക് ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇപ്പം അൾത്താരയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഇല്ലാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താര വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല. ഇപ്പം രണ്ട് ഓർമ്മയാണുള്ളത്. ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം, അതാണ് പരിശുദ്ധ കുർബാന. മറ്റത് ദൈവം നമ്മളെ ഓർക്കണം, അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിന് കോടാനുകോടി നന്ദി അമ്മയോടും തിരുക്കുമാരനോടും അറിയുന്നു. എൻ്റെ പേര് അനാമിക. ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 8 തീയതി 2024 എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ അന്ന് വരുന്നത് 2019 മെയ് 3 തീയതിയാണ്. ഞങ്ങൾ കൃപാസനത്തെ പറ്റിയിട്ട് അറിയുന്നത് യൂട്യൂബിലൂടെയാണ്. ഞാനന്ന് 10th പഠിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ശക്തമായിട്ട് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ബാർത്തോലിൻ സിസ്റ്റം എന്നുള്ള രോഗവും പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പുറം വേദനയും ശ്വാസം മുട്ടലുമായിരുന്നു. അങ്ങനെയായിരുന്നു യൂട്യൂബിലൂടെ കുറേ അച്ഛന്മാരുടെ ടോക്കുകളും കാര്യങ്ങളും കേൾക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ വീഡിയോസ്, സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഫീഡിൽ വരുമായിരുന്നു. അങ്ങനെ കൃപാസനം സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടി എൻ്റെ പുറം വേദന നല്ല രീതിയിൽ കുറഞ്ഞു, എൻ്റെ ശ്വാസം മുട്ടലും കുറഞ്ഞു തുടങ്ങി. അപ്പം കൃപാസനത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു, ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. അതിനു മുന്നേ പത്രങ്ങളും കാര്യങ്ങളും കിട്ടുമായിരുന്നു, വായിക്കുമായിരുന്നു. എന്നിട്ട് വായിച്ചിട്ട് മാറ്റി വെക്കും. എന്നാൽ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എവിടെയാണെന്നോ ഒന്നും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം എനിക്ക് ഈ ശ്വാസം മുട്ടലും പുറംവേദനയും കൂടിയ സമയത്താണ് ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് പുറംവേദന ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എനിക്ക് ബാർത്തോലിൻ സിസ്റ്റ് എന്നുള്ളൊരു രോഗം ഉണ്ടായിരുന്നു. നമ്മുടെ വജൈനൽ ഏരിയയിൽ ബാർത്തോലിൻ ഗ്ലാൻഡിന് ഇൻഫെക്ഷനായിട്ട് സിസ്റ്റ് ഫോം ചെയ്യും. ഭയങ്കര വേദനയാണ്. വന്നു കഴിഞ്ഞൊരു 3-4 ദിവസം നമുക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്തത്ര വേദനയാണ്. അപ്പം ഒരു 2-3 വട്ടം സർജിക്കലി ഇത് റൂൾ ഔട്ട് ചെയ്തു. അപ്പം റെക്കറിങ് ആയിട്ട് വരുന്നതുകൊണ്ട് കുറേ ഡോക്ടേഴ്സിനെ മാറി കാണിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് ഇത് സർജറി ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാതെ ഈ ഒരു അസുഖം ഒരിക്കലും മാറില്ലെന്നാണ്. എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എനിക്കിതുവരെ അത് വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് അമ്മയുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ MBBS അഡ്മിഷനായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണമെന്നുള്ളത്. അങ്ങനെ അന്ന് തൊട്ട് പിന്നീടുള്ള നിയോഗം എൻ്റെ MBBS അഡ്മിഷനായിരുന്നു. ഞാൻ +2 കഴിഞ്ഞു, നീറ്റ് ക്രാഷിന് ജോയിൻ ചെയ്തു. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. സാധാരണ 1.5 മാസമൊക്കെയുള്ള ക്രാഷ് ഏകദേശം 6 മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ എക്സാം എഴുതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ആ ടൈമിൽ തന്നെ ഞാൻ ജസ്റ്റ് കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിങ്ങിന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. മെറിറ്റിൽ ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ LBSനും ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നു നഴ്സിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ അലോട്ട്മെൻറ്റും വന്നതാണ്.
ലാസ്റ്റ് എനിക്ക് താല്പര്യമില്ലാതെ 1 വർഷം കളയാൻ എനിക്ക് റിപ്പീറ്റിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അലോട്ട്മെൻറ്റും വന്നു. പൈസ അടയ്ക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി എൻട്രൻസിന് റിപ്പീറ്റിന് ജോയിൻ ചെയ്തു. ആ ടൈം കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ എക്സാമിൻ്റെ ടൈമായി. ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അന്ന് അച്ഛൻ എന്തെങ്കിലും മെസ്സേജ് തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ആദ്യം അച്ഛനൊന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ചു പോയി. അച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് സാക്ഷ്യം പറയണം, അൾത്താരയിൽ സാക്ഷ്യം പറയണം, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല. ആ വർഷം ഞാൻ വേറെ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെയുള്ളൊരു ഓപ്ഷൻ ഡിഗ്രി മാത്രമായിരുന്നു. ഡിഗ്രി കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം തന്നെ അലോട്ട്മെൻറ്റ് വന്നു. BSc ഫിസിക്സിന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ആ ടൈമിൽ MBBS അഡ്മിഷന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 12 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു ഇട്ട് പ്രാർത്ഥിച്ചിരുന്നത്. ആ സെപ്റ്റംബർ 12 ഞാൻ ഡിഗ്രി BSc ഫിസിക്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്ത ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മാതാവിൻ്റെ നിയോഗം എന്നാൽ ഇതായിരിക്കും. എന്നാലും ഞാൻ നീറ്റിന് എല്ലാ അലോട്ട്മെൻറ്റിനും കൊടുത്തിരുന്നു. അങ്ങനെ പിന്നീട് കിട്ടിയില്ല. പിന്നെ പുറത്ത് പോയി PG ചെയ്യാം, ഇപ്പം ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴായിരുന്നു ഞാൻ ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത്. അങ്ങനെ ഞാൻ ഡിഗ്രി എന്തായാലും പഠിക്കാം, കൂടെ ജർമ്മൻ ലാംഗ്വേജും പഠിക്കാമെന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് കയറാറായപ്പോഴത്തേക്കും ഞാൻ ഓൺലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. കൂടെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ഇയർ. വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം പഠിച്ചെടുത്തു. എല്ലാവർക്കും അറിയാം വളരെ പാടുള്ളൊരു ലാംഗ്വേജാണ്. എന്നാൽ പോലും മാതാവിൻ്റെ കൃപയാൽ പെട്ടെന്ന് പഠിച്ചു. പെട്ടെന്ന് തന്നെ എക്സാം എഴുതി. മാതാവിൻ്റെ കൃപയാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് മൊഡ്യൂൾസൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. എക്സാമിന് പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ ഓരോരോ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ക്ലാസ്സിൽ എക്സാമിന് വരുന്ന ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഡ്രസ്സ് നമുക്ക് കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് കാണും, ബ്ലൂ, ഗ്രീൻ കളർ. എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയ പാർട്ട്ണറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ആഷ് കളർ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് കയറിയിരുന്നത്. സ്പീക്കിങ്ങിന് മുന്നേ തൈലം നാവിൽ പുരട്ടുകയും അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതേണ്ട സെൻറ്ററിൻ്റെ വെളിയിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും എല്ലാം നമ്മുടെ പരിശുദ്ധ ഉപ്പ് വിതറിയിട്ടുമാണ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിലേ വന്നു. എന്നിരുന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്തി തന്നാൽ ചിലപ്പം എനിക്ക് മാതാവിനോടുള്ള ബന്ധം കുറച്ച് അകന്നു പോകും. അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഡിലേ തരുന്നതെന്ന് ആലോചിച്ചു. ചില കാര്യങ്ങൾ മാതാവ് എനിക്ക് പെട്ടെന്ന് നടത്തി തരും, ചിലത് പതുക്കെ ആയിരുന്നു. അത് മാതാവിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് VFS ഡേറ്റ് കിട്ടി. അവിടെ ചെന്നപ്പോഴും ഞാൻ ഇതേ കണക്ക് എനിക്ക് വിസ അടിച്ച് കിട്ടും, സക്സസ് ആയിട്ട് കിട്ടുന്നതിനൊരു അടയാളം മാതാവിനോട് ചോദിച്ചു. അവിടെ ചെന്നപ്പം ഇതെനിക്ക് ഡ്രസ്സിൻ്റെ കളർ എനിക്ക് കിട്ടുന്ന ഓഫീസർ, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഓഫീസർ ഇതിലേതെങ്കിലും മാതാവായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കളറായിരിക്കണം ഇടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ഓഫീസേഴ്സിനെല്ലാം യൂണിഫോം ആയിരുന്നു. പിങ്ക് കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻസും ആയിരുന്നു എല്ലാവർക്കും. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എണീക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ ആ ഓഫീസർ ഇങ്ങനെ ജസ്റ്റ് കൈ പൊക്കി എൻ്റെ നേരെ കാണിക്കുക, ഇങ്ങനെ പൊക്കി. അപ്പം ഞാൻ കാണുന്നത് ആ സാറിൻ്റെ കയ്യിൽ സിൽവർ ഗ്രേ കളർ സ്ട്രാപ്പുള്ള വാച്ചും അതിൻ്റെ ഡയൽ ഗ്രീൻ കളർ, അതിനകത്ത് ഏകദേശം 1 മണി സമയമാണ് കാണിക്കുന്നത്. ഈ 1 മണി സമയത്ത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് റിസീവ് ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ് സാക്ഷ്യം പറയണമെന്നുള്ളത് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തു. അന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു, അൾത്താരയിൽ സാക്ഷ്യം പറയണമെന്നുള്ളത്. എനിക്ക് വിസ ഡിസ്പാച്ചായി, പാസ്പോർട്ട് ഡിസ്പാച്ചായി എന്നുള്ള മെസ്സേജ് കിട്ടുന്നത് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എനിക്ക് എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാനും അമ്മയും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാറ്. ആ ടൈമിലെല്ലാം മെഴുകുതിരിയിൽ പൂക്കൾ, മെഴുകിൻ്റെ രൂപത്തിൽ മാതാവ് ഇങ്ങനെ അടർന്നു വീണ്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഒരു ദിവസം ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പം റോഡിൽ ഒരപ്പം ഇങ്ങനെ ഭിക്ഷ യാചിക്കുമായിരുന്നു. അപ്പം എന്നോട് ചോദിക്കുന്നില്ല, ആൾ അവിടെ നിൽക്കുന്ന ആളോടൊക്കെ ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ ബസ്സിന് പോകേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ വേഗത്തിൽ നടന്നു പോകുമായിരുന്നു. അപ്പം ഞാൻ ആൾക്ക് കൊണ്ട് പൈസ കൊടുത്തിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് എൻ്റെ ബാഗ് തുറക്കുക. ഞാൻ ബസ്സിന് വേണ്ട പൈസ എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പം എനിക്ക് മുല്ലപ്പൂവാണ് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കണക്കിന് ഇടയ്ക്ക് സുഗന്ധാഭിഷേകം, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. കഴിഞ്ഞ 4 വർഷവും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത ആളാണ്. ഈ വർഷത്തെ ജപമാല റാലിയിൽ എന്നെ നിയോഗമായിരുന്നു ജർമ്മനിയിൽ പോകുന്നത്. എല്ലാം മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് 18 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ട് മാതാവ് അകറ്റി തന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്കും അമ്മയ്ക്കും കൂടെ 5 കെട്ട് പത്രം കിട്ടും. ഞങ്ങൾ ഓരോ വീടുകൾ തോറും ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ഇപ്പം വീടുകൾ കൊണ്ട് കൊടുക്കുമ്പം ഇപ്പം ഈ ഒരു വട്ടം ഒരു ഏരിയയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകില്ല. അറിയാത്തവർ സ്ഥലത്തോട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. പിന്നെ മറ്റുള്ളവരോട് മാതാവിനെ പറ്റിയിട്ട് പറയും. ഡെയിലി വാട്സാപ്പിലും സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കും. കാരുണ്യപ്രവർത്തി ചെയ്യുന്നത് ഞാൻ പാലിയേറ്റീവിലെ ഹോം കെയർ വോളണ്ടിയറായിട്ട് പോകും. ആഴ്ച 1-2 ദിവസം പോവും. ഒരു ദിവസം പോകുമ്പോൾ തന്നെ നമ്മളൊരു 5-6 രോഗികളെ കാണും. പിന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ബ്ലഡിന് ആവശ്യമായിട്ട് വിളിക്കുന്നവരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കോളേജ് ടൈമിൽ തുടങ്ങിയതാണ് ഇതെല്ലാം. ഇപ്പോഴും മാതാവിന് വേണ്ടിയിട്ടും എല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അനാഥാലയം സന്ദർശിക്കും. പൈസ ചോദിച്ചു വരുന്നവർക്ക് ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് കൂടുതൽ അടുത്തു. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. മുമ്പും ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഈ ഡിസംബർ 9 ജർമ്മനിയിലോട്ട് പോകുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി. പുറപ്പാട് 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. അനാമിക എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ബർത്തോളിൻ സിസ്റ്റ് വന്ന മകൾ ഏറെ ക്ലേശമനുഭവിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നൃത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ രോഗസൗഖ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ആദ്യം മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ നൃത്തവസ്തുവും ദൈവികമായ ഔഷധ വസ്തുക്കളായി നമുക്ക് മാറുന്നു. അത് വിശ്വസിച്ച് ഉപയോഗിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് മകളുടെ ജർമ്മൻ ഭാഷാ പഠനവും അതോടൊപ്പം വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സും അമ്മ മാതാവ് ക്രമീകരിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ പരീക്ഷയും മകൾ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ മകൾ പറയുന്നുണ്ട്, തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് തൻ്റെ പഠന മേഖലയിലും വിജയപരാജയങ്ങളിലൂടെ മകളിങ്ങനെ കടന്നു പോയിരുന്നു. പക്ഷേ എപ്പോഴും മകൾക്കുള്ള വലിയ പ്രത്യാശ അത് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ അച്ഛൻ മകൾക്ക് കൊടുത്ത ഒരു വാക്കാണ്, നീ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയണമെന്ന്. അതൊരു പോസിറ്റീവ് വചനമാണത്. സാക്ഷ്യം പറയുക എന്ന അച്ഛൻ മകളോട് പറയുമ്പോൾ മകൾക്കറിയാം താൻ ഏതൊരു പരിശ്രമത്തിലാണോ വ്യാപരിച്ചിരിക്കുന്നത് ആ പരിശ്രമം ഫലമണിയിക്കുന്ന ദൈവിക പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ താൻ കാണുമെന്ന്. മകളിന്ന് 2 തവണ ആവർത്തിച്ച് സൂചിപ്പിച്ചു. 4 വർഷത്തിന് ശേഷമാണ് അച്ഛൻ അന്ന് പറഞ്ഞ ആ സാക്ഷ്യം ഈ അൾത്താരയിൽ ഞാനിവിടെ പറയുന്നതെന്ന്. ആദ്യം അമ്മയുടെ ഉടമ്പടിയിലാണ് മകൾ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. മകൾ സ്വയം ഉടമ്പടി എടുത്ത് 4 തവണ പുതുക്കിയിട്ടുണ്ട്. ഉടമ്പടി ജീവിക്കുന്നവർക്ക് ഉള്ള പ്രത്യേകമായ ഒരു സന്ദേശം മകളുടെ വാക്കുകളിലുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്നത് വളരെ വേഗം കാര്യം നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കാം. അല്പകാര്യങ്ങൾ നടക്കാതിരുന്നാൽ, വലിയ നിയോഗങ്ങൾക്ക് അല്പം താമസമുണ്ടായാൽ ദൈവം അത് ഉപേക്ഷിച്ചു എന്നതിനെക്കുറിച്ചല്ല, അങ്ങനെയല്ല കരുതേണ്ടത്. മറിച്ച്
നമുക്ക് എത്രത്തോളം ചില കാലങ്ങൾ ഫലമില്ലാതായാലും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്നൊരു പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ചില കാലങ്ങൾ ഫലമില്ലാതായാലും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് നമുക്ക് വ്യത്യാസം വരുന്നുണ്ടോ? നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരു കാര്യം അല്പകാലം പരിശ്രമിച്ച് നേടാനാവുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോവുക, അത് വിശ്വാസമില്ലാത്തവരായി തീരുക, നമ്മൾ തന്നെ തിരികെ കുറ്റം പറയുന്നവരായി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഉടമ്പടി നിങ്ങളുടെ ആത്മാവിനെ സ്വാധീനിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ അളവുകോലായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയില്ല എന്നതിനെക്കുറിച്ചല്ല, എൻ്റെ ദൈവത്തോടൊപ്പം എൻ്റെ ഈശോയോടൊപ്പം സന്തോഷത്തോടെ പുതിയൊരു ജീവിതം നയിക്കുവാൻ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതത്തിൽ നിന്നും ഉടമ്പടിക്ക് ശേഷം ഗുണകരമായ മനുഷ്യന് നന്മയുള്ള ദൈവത്തിന് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിച്ചു എന്നതിനെ പ്രതി നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അവൻ ഫലമണിയിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത വിഷയത്തിന്മേൽ തീരുമാനം നൽകുമെന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടി ഉഴപ്പാതെ ഉടമ്പടി ജീവിതം ദൈവസ്നേഹത്തോടുകൂടി നയിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പറയുന്നത്. ഞാൻ ഈ 4 വർഷം കഴിഞ്ഞ് ഈ എൽത്താരയിൽ എൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അമ്മയോടൊപ്പം ഞാൻ ഉടമ്പടിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു. ഓരോ തവണയും സമയം ഇങ്ങനെ മാറിപ്പോകുമ്പോഴും എനിക്കറിയാം എൻ്റെ സമയം എത്തിയിട്ടില്ല. എൻ്റെ സമയം എത്തുമ്പോൾ അല്പം പോലും വൈകാതെ എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. ഇത് പറയുന്നത് ഒരു അക്രൈസ്തവ മകളാണ്. ഒരു അക്രൈസ്തവ മകളാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ 4 വർഷം തുടർച്ചയായി നിന്നുകൊണ്ട് ദൈവസ്നേഹത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഞാൻ എൻ്റെ അമ്മ മാതാവിലും എൻ്റെ ഈശോയിലും ഉറച്ചു വിശ്വസിച്ചു. അമ്മ മാതാവും ഈശോയും എൻ്റെ ജീവിത വിഷയം ഏറ്റെടുത്ത് സഹായിച്ചുവെന്ന്. മകൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അമ്മയുടെ എന്തെങ്കിലും ഒരു തെളിവ് എനിക്കവിടെ അമ്മ കൂടെയുണ്ട്, അമ്മ സഹായിക്കുമെന്നതിന് എനിക്ക് തരുമോ? അതൊരു നിഷ്കളങ്കമായ മകളുടെ സ്വാതന്ത്ര്യത്തിനുള്ളൊരാഗ്രഹമാണ്. അവൾ ചെന്ന് നോക്കുന്നത് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് പോലെ നീല ഉടുപ്പുണ്ടോ, സിൽവർ ഗ്രേ നിറം ഭിത്തിക്ക് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം വലുതായി അവിടെ കാണുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും അവൾ നോക്കിയിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല. അമ്മയുടേതായ ഒരു നിറവും കാണാതിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കാണുന്ന ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും എനിക്കെൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റി. അതാണ് അവൾ പറയുന്നത്. ആ ഇൻവിജിലേറ്റർ കയ്യൊന്നുയർത്തിയപ്പോൾ കയ്യിൽ കിടക്കുന്ന വാച്ച് കണ്ടു. അതിൻ്റെ സ്ട്രാഫ് അത് സിൽവർ ഗ്രേ ആയിരുന്നു. ആ സിൽവർ ഗ്രേയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും ആ ഇൻ്റർവ്യൂ എനിക്ക് അനുഗ്രഹമാകുവാനും ഡിസംബർ 9 ജർമ്മനിയിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ക്രമീകരിച്ചു തന്നുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. ഉടമ്പടിയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾക്കൊപ്പം അമ്മ മാതാവ് സഞ്ചരിക്കുമെന്നതും ഉറപ്പാണ്. മകളുടെ എന്തുകൊണ്ട് 4 വർഷം എത്തി എന്നതിനും മകൾ പറയുന്ന 1-2 കാരണമുണ്ട്. ആദ്യം അവൾ MBBS വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ പുറകെ അല്പകാലം പോയി, അത് ഇടയ്ക്ക് ഉപേക്ഷിച്ചിരിക്കുന്നുണ്ട്. നഴ്സിങ്ങിന് വേണ്ടി മകൾ മുന്നോട്ട് പോയി, അത് പൂർണ്ണമാകുന്നില്ല എന്ന് മകൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് എത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. സമയം പാഴാവുകയല്ല, സമയം കൂടുതൽ ഫലവത്താക്കിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ ആത്മീയമായി ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നേടുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു ആത്മാവിനെ അവളുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് അമ്മ മാതാവ് ഈ സാക്ഷ്യം പറയുവാനായി ഈ അൾത്താരയിലേക്ക് മകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് 1, 2, 3 തവണ ഉടമ്പടി പുതുക്കി ഒരു നിയോഗം സാധിച്ചില്ലെങ്കിൽ സങ്കടപ്പെടരുത്. നിങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്തിട്ടുണ്ടോ? അമ്മയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ നിയോഗം ഫലമണിയുന്നത് വരെയും സഞ്ചരിക്കുക എന്നത്. നമ്മൾ ഒന്നു മാത്രം എപ്പോഴും ഓർക്കണം, കാപ്പട്യമുള്ളതും കൗശലമുള്ളതും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കരുത്. തെളിമയുള്ളതും വിശുദ്ധിയുള്ളതും മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. 2, കുറ്റം പറയാതെയും സംശയമില്ലാതെയും ഉടമ്പടി ജീവിക്കുവാൻ നിരന്തരം ശ്രദ്ധ വയ്ക്കുക. എപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകുമോ
അപ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത് അനുഭവിക്കുവാനാവും. നമ്മൾ ഉടമ്പടി പ്രകാരം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ടത്, എൻ്റെ ആത്മാവ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, തെറ്റിപ്പോയോ, ഇവിടെയാണോ വരേണ്ടിയിരുന്നത്, വേറെ എവിടെയെങ്കിലും പോകണമായിരുന്നോ, കാര്യം നടക്കത്തില്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട്. ഉടമ്പടിയിലേക്ക് മടങ്ങി വരണം. ദൈവശരണത്തോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം. സംശയത്തിൻ്റെതല്ല, അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട്, അനുഗ്രഹിക്കുവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അനുഗ്രഹം സുനിശ്ചിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ വരുന്നത് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കാഞ്ഞൂരിൽ നിന്നാണ്. ഞാൻ 2023 മാർച്ച് 2 ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 8 എൻ്റെ പപ്പ പെട്ടെന്ന് മരണപ്പെടാനുണ്ടായി. അപ്പൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിനൊട്ടും താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അപ്പം പോയി 3-ാമത്തെ ദിവസം അമ്മ പെട്ടെന്ന് വയ്യാതെയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് അമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ആകെ ഷോക്കായിപ്പോയി. അപ്പം പോയി 3-ാമത്തെ ദിവസം അമ്മയ്ക്കും ഇങ്ങനെ വന്നു. ആകെ വിഷമത്തിലായി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു പത്രം സ്റ്റെയർ കേസിൽ നിന്ന് കിട്ടിയാണ്, കൃപാസനത്തിലെ പത്രം. ഞാനതെടുത്തു. ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വന്നു. അത് ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാനിടയായി. ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അതേപ്പറ്റി ഞാൻ കൂടുതൽ അറിയാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അന്ന് ആ പത്രം എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ ഇന്ന് വായിച്ചു. എന്നിട്ട് അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ ഒബ്സർവേഷനിലായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒരു ഡേറ്റും തന്നു. ആ ഡേറ്റിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പത്രം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായുള്ളൂ മാതാവിൻ്റെ. അങ്ങനെ അമ്മയ്ക്ക് ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ബ്ലോക്കൊന്നുമില്ല. അമ്മയ്ക്ക് ആ ഒരു സങ്കടത്തിൽ നിന്ന് വന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കൃപാസനമ്മ പ്രവർത്തിച്ച അത്ഭുതം. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ B1 ലെവൽ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പച്ചനിങ്ങനെ പെട്ടെന്ന് പറ്റിയതും. അപ്പോൾ കുടുംബത്തിലാകെ വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ആൻറ്റി വഴിയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന്, അപ്പം മരിച്ചു 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത അന്ന് ദിവസം മുതൽ ഇന്നേ ദിവസം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് വിഷമമായാലും എന്ത് പ്രതിസന്ധി ആയാലും അമ്മ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ B2 കഴിഞ്ഞു. B2 എക്സാമിന് വേണ്ടി ഓരോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് ആദ്യത്തെ എടുത്തത്. റൈറ്റിങ്ങിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ജർമ്മൻ ഭാഷയാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും കിട്ടാത്ത പാടാണത്. അപ്പോൾ എനിക്ക് ഒരു മെറിറ്റും ഇല്ല സ്പീക്കിങ്ങും കിട്ടാൻ വേണ്ടി. അപ്പോൾ എക്സാമിന് പോണ സമയത്ത് ഞാൻ തൈലം വെച്ച് കുരിശ് വരയ്ക്കും, ഉപ്പൊക്കെ കഴിക്കും. പിന്നെ എക്സാം ഹോളിലൊക്കെ ഞാൻ ഉപ്പൊക്കെ വിതറിയിട്ടാണ് എക്സാമിന് ഞാൻ കയറിയത്. സ്പീക്കിങ്ങിന് എനിക്ക് റൈറ്റിംഗ് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്പീക്കിങ്ങിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആകെ വിറച്ചു. എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാവില്ല. റൈറ്റിംഗ് കിട്ടിയാലും ഞാൻ സ്പീക്കിങ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗ് കിട്ടിയില്ല, ഞാൻ സ്പീക്കിങ്ങിന് ഞാൻ പാസ്സായി. അത് മാതാവിൻ്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല സ്പീക്കിങ് കിട്ടുന്ന. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ കുറച്ച് വീഴ്ചകളും കാര്യങ്ങളെല്ലാം വരുത്തി. ഞാൻ 3 അറ്റംപ്റ്റ് അങ്ങനെ നടത്തി. ഉടമ്പടി വീഴ്ചകൾ വരുത്തുന്ന സമയത്ത് 3 തവണ ഞാൻ എക്സാം എഴുതി. 3 തവണ ഞാൻ പാസ്സായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ വരുത്തിയ വീഴ്ച മൂലമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. പിന്നെ ഞാൻ അത് മനസ്സിലാക്കി ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഉടമ്പടിയിലോട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതായത് ഞാൻ
ഓരോരോ മൊഡ്യൂൾസായിട്ട് ഞാൻ പാസ്സാവാൻ തുടങ്ങി. ആദ്യം റീഡിങ് കിട്ടി, പിന്നെ ലിസണിങ് കിട്ടി, പിന്നെ എനിക്ക് അങ്ങനെ 2 മൊഡ്യൂൾസും കൂടി ഞാൻ പാസ്സായി. 5 തവണ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടും ഞാൻ റൈറ്റിംഗ് മൊഡ്യൂളിൽ ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ പഠിച്ചു. ഞാൻ റൈറ്റിങ്ങിന് വേണ്ടി ബാക്കി 3 മൊഡ്യൂൾസിന് പോലും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല, റൈറ്റിങ്ങിന് പഠിച്ചത്രയും. അപ്പോൾ 5ാമത്തെ തവണയും ഞാൻ ഫെയിലായി. 6ാമത്തെ തവണ ഡേറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ വന്ന് അമ്മ പറഞ്ഞു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു, എക്സാമിന് പോയി. ഞാൻ എക്സാമിന് വേണ്ടി ഒന്നും ഞാൻ ആ 6ാമത്തെ തവണ അറ്റംപ്റ്റിന് വേണ്ടി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആകെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ബൈബിൾ വായിച്ചു, ബൈബിൾ എഴുതി, അതുപോലെ തന്നെ കൊന്ത ചൊല്ലി. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കാതിരുന്ന സമയത്ത് അമ്മ ചോദിക്കും, നീ പഠിക്കാത്ത എന്താ, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എന്താ? എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഈ 5 തവണയും ഞാൻ പഠിച്ചിട്ട് ഞാൻ പാസ്സാവുന്നില്ല. 6ാമത്തെ തവണ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിനെ വിട്ടുകൊടുത്തു. അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്തായാലും ഇത്ര 5 തവണ ഞാൻ പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല. 6ാമത്തെ തവണ ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെ 6ാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം ഹോളിലും എല്ലാം ഞാൻ ഉപ്പിട്ടു, തൈലം എൻ്റെ എൻ്റെ നെറ്റിയിലും എൻ്റെ കയ്യിലും കാലിലെല്ലാം ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റൈറ്റിങ്ങിന് ഞാൻ പാസ്സായി. 75 ആണ് എൻ്റെ മാർക്ക്. എനിക്ക് 35 മാർക്കിൽ നിന്ന് ഈശോ എനിക്ക് 75 ആണ് എനിക്ക് തന്നത്. അതിന് ശേഷം പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിങ് ആദ്യത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ. ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായില്ല. 2ാമത് ഇൻ്റർവ്യൂ ഒന്നും ഞാൻ പാസ്സായില്ല. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു. പിന്നെ എൻ്റെ 6 മാസം ഡിലേ ആയി, പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോഴും ഞാൻ എനിക്കറിയാം ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ട്, അത് മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ അതിൽ തന്നെ വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2ാം അധ്യായം 3-ാം വാക്യം. ദർശനം അതിൻ്റെ സമയത്തെ പാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാകുകയില്ല. അത് വൈകിയാണെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുക, അത് വരിക തന്നെ ചെയ്യും. ഞാൻ ആ ഒരു വചനത്തിൽ ഞാൻ ഏത് സമയത്താണ് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്, ഞാൻ ആ വചനത്തിൽ വിശ്വസിക്കാം. അത് ഈശോ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് ആ വചനം കാണിച്ചു തരും. ഞാൻ അതിൽ വിശ്വസിച്ചു. ഈ പ്രോസസ്സിങ് 6 മാസം ഡിലേ ആയപ്പോൾ എനിക്ക് ആ ഒരു വചനമായിരുന്നു എനിക്കൊരു സപ്പോർട്ട് തന്നിരുന്നത്. പിന്നെ ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു പോയായിരുന്നു. കാരണം ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്ത സമയം കഴിഞ്ഞു പോയെന്നാൽ, പക്ഷെ അവർ പറഞ്ഞു ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പിന്നെയും പുതുക്കി. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഏജൻസിനെ തന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാവാതെ ഒരു 80% പിള്ളേർക്കും ജർമ്മനിക്ക് കയറിപ്പോകാൻ പറ്റില്ല. എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെയാണ് അവരെന്നെ സെലക്ട് ചെയ്തത് ജർമ്മനിയിലോട്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് വിസ അപ്പോയിൻമെൻറ്റിന് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിനോർത്ത്, എനിക്കറിയാം എൻ്റെ ഈശോയ്ക്ക് എന്നെപ്പറ്റി ഒരു നല്ല പദ്ധതി ഉണ്ട്, അത് മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് വിട്ടുകൊടുത്തന്നെ തന്നെ അമ്മയുടെ ഈശോയുടെ ഇഷ്ടത്തിന് ഉള്ള സമയത്ത് എനിക്ക് മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് നവംബർ 10 വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് പോയപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ തൈലം വരച്ചു. ആ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഞാൻ ഉപ്പിട്ടിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ 1 മാസം വിസ അടിച്ച് കിട്ടാൻ വേണ്ടി 1 മാസം 1.5 മാസം സമയം എടുക്കുമെന്നാണ് ആ ഏജൻസിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയുടെ ഇഷ്ടത്തിന്, എനിക്ക് ഈശോയുടെ അമ്മയുടെ ഇഷ്ടത്തിനുള്ള സമയത്ത് എനിക്ക് തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ 1 മാസം വേണ്ട വന്ന സ്ഥാനത്ത് എനിക്ക് ആകെ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ച് കിട്ടി. എനിക്ക് ഈ നവംബർ 10 വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. നവംബർ 25 ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ചായി. നവംബർ 27 എനിക്ക് വിസ കയ്യിൽ കിട്ടി. നവംബർ 27 അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30-ക്കാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ തുറന്നു നോക്കിയത്. ഞാൻ ജർമ്മനിക്ക് 3 പോവുകയാണ്. ആ വചനം വിശ്വസിച്ചു. അതുപോലെ തന്നെ എൻ്റെ സമയമായി. അതുകൊണ്ട് ഞാൻ ജർമ്മനിക്ക് ഡിസംബർ 3 ജർമ്മനിക്ക് പോവുകയാണ്. 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് പഠിക്കാൻ വേണ്ടി വീട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പ മരിക്കണേക്കാൾ 1 മാസം മുൻപാണ് ലോൺ എടുത്തത്.
അതിനുശേഷമാണ് അപ്പം മരിച്ചത്. അപ്പോൾ ലോൺ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് ആൾക്കാരെല്ലാം, ബാങ്കിലെ സാറുമാരൊക്കെ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ലോണ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ലോൺ ഒന്ന് ക്യാൻസലാകും, അല്ലെങ്കിൽ പകുതി എമൗണ്ട് അടയ്ക്കണമെന്ന് ബാങ്കിലെ സാറുമാരെല്ലാം പറഞ്ഞു. അപ്പോൾ സമയമെടുക്കും, ഒരു 2-3 വർഷം എടുക്കും. ഞങ്ങളെക്കാൾ മുമ്പ് അപ്ലൈ ചെയ്തവർക്ക് ഇതുവരെയും അതൊന്നും ആയിട്ടില്ല. അപ്പോൾ സമയമെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയും കൂടി ബാങ്കിൽ പോയപ്പോൾ ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒന്ന് ആക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പോസ്റ്റ്മാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് ഒരു പേപ്പർ തരുകയാണ് ഞങ്ങൾക്ക്. അതിനകത്തൊരു ആ പേപ്പറിൽ ഇങ്ങനെ ഞങ്ങളുടെ ലോൺ ഫുള്ളും ക്യാൻസലായി, ഞങ്ങളിനി ഒരു എമൗണ്ട് അടയ്ക്കണ്ട. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്, പറഞ്ഞ തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവ്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു. ഞാൻ എൻ്റെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ വിളിക്കുന്ന ആളായിരുന്നു. എൻ്റെ എക്സാം വരുമ്പോഴും അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ തന്നെ എനിക്ക് വന്ന ചേഞ്ചുകൾ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോകാനൊക്കെ അമ്മ കിടന്ന് കുറേ നിർബന്ധിക്കും. എന്നാൽ പോലും എനിക്ക് മടിയാണ് പള്ളിയിൽ പോയാലും പകുതി മനസ്സോടെ ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്കറിയില്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ കുർബാനയ്ക്ക് ഇപ്പോൾ രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കുർബാനയ്ക്ക് പോവും. ജപമാലയൊക്കെ ചൊല്ലാൻ എനിക്ക് ആദ്യം ഭയങ്കര ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കുടുംബ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി. പക്ഷെ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനും ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലെ വളർച്ച. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, അമ്മ എനിക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തരും. ഞാനത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അവിടെ എല്ലാം കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വയസ്സായ ആൾക്കാർ, വൃദ്ധന്മാരൊക്കെ എന്നെ അനുഗ്രഹിക്കാറുണ്ട്, മോളെ എന്നെ ബ്ലെസ് ചെയ്യാറുണ്ട്. അതൊക്കെ ആ ഒരു ബ്ലെസ്സിങ്ങൊക്കെ വാങ്ങിച്ചിട്ടാണ് എക്സാമൊക്കെ എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജർമ്മൻ ഭാഷയെല്ലാം മറ്റുള്ള പിള്ളേർക്ക് പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. പിന്നെ പത്രമെല്ലാം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡ്, വീടുകൾ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും കോടാനുകോടി നന്ദി. വെളിപാട് 3:8 നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഏഞ്ചൽ റോസ് എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകളുടെ കുടുംബം ഏറ്റവും വലിയ ഒരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴാണ് മകൾ അമ്മ മാതാവിൻ്റെ അരികിൽ സംരക്ഷണം തേടിയെത്തുന്നത്. മകളുടെ പിതാവ് ഹൃദയസ്തംഭനം മൂലം പെട്ടെന്ന് മരിച്ച് കുടുംബം ആകെ തകർന്നു നിൽക്കുന്ന സമയം, അമ്മ രോഗിണിയായ സമയം, മുന്നോട്ട് പോകുവാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ പഠനം പാതുവഴിയിൽ മുടങ്ങുന്ന സാഹചര്യങ്ങൾ, ലോൺ എടുത്തത് തിരികെ അടയ്ക്കുവാനാവാതെ അതിൻ്റെ സാമ്പത്തിക ഭാരം ഏറെ കയറി നിൽക്കുന്ന ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനാവാത്ത വിധം ജീവിതം കുടുങ്ങിപ്പോയ അവസരത്തിലാണ് ശരിക്കും ഈ മകൾ അമ്മ മാതാവിനെ തേടി ഇവിടെ എത്തി ഉടമ്പടി എടുക്കുന്നത്. മകളുടെ വാക്കുകളിലൂടെ ആ ജീവിതം മുഴുവനും നമ്മോട് പങ്കുവച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്മയിലുള്ള പൂർണ്ണമായ ശരണപ്പെടലാണ്. തൻ്റെ ബലവും തൻ്റെ പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ അപ്പനായിരുന്നു. അപ്പൻ നിവർന്നു നിന്ന് തൻ്റെ ജീവിതത്തെ ഒരു കരയെത്തിക്കുമെന്ന് കരുതിയ നാളുകളിലാണ്, താനൊന്ന് പറക്കുവാൻ തയ്യാറെടുക്കുന്ന നാളുകളിൽ, തൻ്റെ ചിറകുകൾക്ക് ശക്തി വയ്ക്കുന്ന നാളുകളിൽ കുടുംബം മുഴുവനും കരുനിഴലിൽ വീഴ്ത്തിക്കൊണ്ട് അപ്പൻ മറഞ്ഞു പോകുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഈ തകർച്ചയുടെ നടുക്കടലിൽ നിൽക്കുന്നവർ അമ്മയിലേക്ക് പൂർണ്ണമായി ജീവിതം കൊടുക്കുമെങ്കിൽ, ശരണപ്പെടാൻ തയ്യാറായാൽ അമ്മ ഏറെ സുരക്ഷിതമായ ജീവിതം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനാവും. ഈ കുടുംബം, ഈ മകള് ഇന്നിവിടെ ശിരസ്സുയർത്തി നിന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൽ അവൾ അമ്മ മാതാവിന് കൊടുത്ത ജീവിതത്തിന് കൊടുത്ത വലിയ വിലയുണ്ട്. അത് പൂർണ്ണമായും തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് മാത്രമേ, അമ്മയുടെ തിരുക്കുമാരൻ ഈശോയ്ക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിന്
ഇനിയൊരു മേൽഗതി തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് കുടുംബത്തിൻ്റെ പ്രത്യാശ. അതാണ് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതും. അത് ആ ലോണിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. അത് തിരികെ അടയ്ക്കുവാനായി പലതവണ നിർബന്ധങ്ങൾ വരുമ്പോഴും യാതൊരു നിവൃത്തിയുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്കുകാർ അത് മേൽഘടകത്തിലേക്ക് എഴുതി അതൊന്ന് ഇളവ് കിട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. 2-3 വർഷം പറഞ്ഞ അവധി മകൾ പറയുന്നുണ്ട്. ഞാൻ ആ ബാങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തിരികെ പോന്നു. അടുത്ത ദിവസം ആ ലോൺ പൂർണ്ണമായി ക്യാൻസലായത്. യാതൊരു ഭാരവും തുടർന്ന് ഞങ്ങൾക്കില്ല എന്നറിയിപ്പ് നൽകിക്കൊണ്ട് അമ്മയുടെ വലിയ സാന്നിധ്യം, നേർച്ച വസ്തുക്കളുടെ ശക്തി ഞങ്ങൾക്ക് അറിയിച്ചു തന്നു. പിന്നീട് മകൾ പരീക്ഷ എഴുതുവാൻ പോയ കാര്യങ്ങൾ സൂചിപ്പിച്ചു. പലതവണ പോകുമ്പോഴും അമ്മയെ കൂട്ടുപിടിച്ച് പോവുകയും അമ്മ ഓരോ പരീക്ഷകളിലും മകളെ മുന്നോട്ട് നയിക്കുകയും ഏറെ ക്ലേശം അനുഭവിച്ച റൈറ്റിംഗ് മൊഡ്യൂൾ അത് മകൾ എഴുതിയെടുക്കുവാൻ തക്കവിധം മകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, 5ാം തവണ ഞാൻ എഴുതുമ്പോൾ എനിക്ക് പഠിക്കുവാനൊന്നുമില്ല, പഠിച്ചിട്ടൊന്നും എനിക്ക് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ 5ാം തവണ ആ മൊഡ്യൂൾ എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ഉടമ്പടി പുതുക്കി അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കിത് നൽകണമെന്ന് അമ്മയെ അറിയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും പൂർണ്ണമായി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ സമയത്തെയും സാഹചര്യങ്ങളെയും ചോദ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. എൻ്റെ കഴിവ് കൊണ്ട് നേടാനാവാത്തത്, എൻ്റെ മെറിറ്റ് മൈനസായി നിൽക്കുന്നത് അമ്മയുടെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് നൽകണമേ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 5ാം തവണ മകൾ ജയിച്ചതിനെ മകൾ സൂചിപ്പിച്ചു. മറ്റൊന്ന് ഇൻ്റർവ്യൂയിലൂടെയാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. 2 ഇൻ്റർവ്യൂ പരാജയപ്പെട്ടത് മകൾ സൂചിപ്പിച്ചു. ഇനിയും അടുത്തൊരു ഇൻ്റർവ്യൂ തൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കുവാൻ പ്രയാസമാണ്, നടക്കില്ല എന്ന് മകൾ തന്നെ വിചാരപ്പെട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുക്കുമ്പോഴാണ് അവൾ പറയുക, ഇൻ്റർവ്യൂ ഒന്നുമില്ലാതെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി അമ്മ മാതാവ് മകൾക്ക് തുറന്നു കൊടുത്തുവെന്ന. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉടമ്പടി ഒരു പ്രത്യേക പദ്ധതിയാണ്. നാം കാണുന്ന സ്ട്രക്ചർ അല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന സ്ട്രക്ചർ. നമുക്കറിയാം ഇന്ന രീതികളിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയെന്ന്. എന്നാൽ ഉടമ്പടിയിൽ അമ്മ മാതാവ് നമ്മോട് പറയും, ഇന്ന കാര്യങ്ങളില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വഴികൾ വേറെയുണ്ടെന്ന് കണ്ടറിഞ്ഞുകൊള്ളുവിനെന്ന്. അതാണ് മകൾ ലോകത്തോട് പറയുന്നത്. ഞാൻ പഠിച്ച് തളർന്നിട്ട് ജയിക്കുവാനാവാത്തത് അമ്മയുടെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് ശരണപ്പെടുമ്പോൾ വിജയമായി തീരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ട് പോകാനാവാത്തത് ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അക്കരെ കടത്തുവാൻ വഴിയൊരുക്കിക്കൊണ്ട് മാതാവിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഒത്തിരി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. ഒരുപക്ഷെ വാക്കുകൊണ്ടും വിചാരം കൊണ്ടും കണ്ടെടുക്കുവാനാവാത്തത്ര നന്മകൾ ഉടമ്പടിയിൽ അമ്മ മാതാവ് ലോകത്തിന് കൈമാറുന്നുണ്ട്. ഇത് നമ്മൾ അല്പം കൂടി ഉന്നതരായി ജീവിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് അമ്മയിൽ ശരണപ്പെടുന്നവരെ അമ്മ അടയാളപ്പെടുത്തുകയാണ്. ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കൃപയാൽ അമ്മയെ തേടി വരുന്നവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ സംരക്ഷണം നൽകിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ കരയറ്റുന്നതിന് വേണ്ടിയാണ്. അത് ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നിന്ന് കരയറ്റുന്നതിന് വേണ്ടിയാണ്. അത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ലോകത്തിലവർ ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പുതിയ ജനത സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ താല്പര്യമുള്ള സന്നദ്ധതയുള്ളൊരു ജനതയെ ലോകത്തിന് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ അന്ത്യകാലത്തിൽ ഞാൻ ഈ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാനസാന്തരത്തിലേക്ക് മക്കളെ വിളിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഉദ്ദേശം മാനസാന്തരമാണ്. ഉടമ്പടിയുടെ ലക്ഷ്യം നിത്യതയാണ്. ഉടമ്പടിയിലൂടെ നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെയും ഉത്തരവാദിത്വം ദൈവനാമത്തെ ലോകത്തിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതുമാണ്. ആ സന്തോഷവും ആ അടയാളപ്പെടുത്തലുമാണ് ഈ സാക്ഷ്യത്തിലൂടെ ഈ മകൾ ഈ അൾത്താരയിൽ ചെയ്യുന്നത്. നമുക്ക് അനുതപിച്ച് ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാം. സമയത്തിൻ്റെ തികവിൽ അല്പം പോലും വൈകാതെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവം നമുക്ക് തീരുമാനം നൽകും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷമുള്ളവരാകാം.
കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ദേവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നിമിഷ. ഞാൻ കണ്ണൂർ ഉളിക്കൽ സെൻറ്റ് ജൂഡ് ദേവാലയാംഗമാണ്. വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഞാനിന്ന് എൻ്റെ 6ാമത്തെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയിലൂടെ കടന്നു പോയതും മൈഗ്രെയിൻ മാറിയതും ഒക്കെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇന്ന് എനിക്ക് മാതാവ് തന്ന, ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന 4 രോഗസൗഖ്യങ്ങളും മറ്റനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ നോർമൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് വരുമായിരുന്നു ഇടയ്ക്ക്. ആദ്യം ഇടയ്ക്കിടയ്ക്കായിരുന്നു, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി. ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കാരണം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ മടിയായിരുന്നു. ഞാൻ ആരോടും ചോദിച്ചില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചു, ആരോടും പറഞ്ഞില്ല, അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും തന്നെ പരിശുദ്ധമായിട്ടുള്ള തൈലവും തേനും ഉപ്പും ഞാൻ എപ്പോഴും എടുക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈശോയ്ക്ക് നന്ദി. രണ്ടാമതായിട്ടുള്ള രോഗസൗഖ്യം, എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ താഴെ ചെറുതായിട്ടൊരു സ്വെല്ലിങ്ങും ഡിസ്കളറേഷനും വന്നു. ഞാൻ ഒത്തിരി ഭയപ്പെട്ടു പോയി, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ ഒത്തിരി രോഗികളുടെ അവസ്ഥകൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയോട്, പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാനൊരു ഡോക്ടറെ പോയി കാണില്ല, എൻ്റെ ഫാമിലി ഫിസിഷ്യനായിട്ട് അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം, അമ്മ എനിക്കത് മാറ്റിത്തരണം. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയുടെ സമയത്തും ഞാൻ വിശുദ്ധ തൈലം കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിയാതെ അത് അവിടെ നിന്ന് മാറിപ്പോയി. മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു, ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം മേടിച്ച് തന്നതിനെ ഓർത്ത്. 3ാമത്തെ രോഗസൗഖ്യം, എനിക്കൊരു 2 ആഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും, മോഷൻ പോവുക, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂ ആണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഉപ്പ്, ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് കഴിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ഒത്തിരി ഭയപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എനിക്കറിയാം, ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യും, CT സ്കാൻ സജസ്റ്റ് ചെയ്യും. എങ്കിലും ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, മെഡിസിൻ നീ കഴിക്കണം, ഒരു 2 ആഴ്ച മോണിറ്റർ ചെയ്യാം, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ആണെന്നുള്ളത്. മരുന്ന് കഴിച്ചു, സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്കത് കുറഞ്ഞില്ല. പക്ഷേ അപ്പോഴും ഞാൻ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ഭയം കാരണം തന്നെ എനിക്ക് ഒത്തിരി മാതാവിനോട് ചില സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. എനിക്ക് അതുപോലെ ഒരു പേടി, കാരണം ഭയം കാരണം തന്നെ എൻ്റെ സിംറ്റംസ് കൂടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മ ശക്തിപ്പെടുത്തിയത് സാക്ഷ്യങ്ങളിലൂടെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു ദിവസം 1-2 അല്ലെങ്കിൽ അത് കൂടുതലോ സാക്ഷ്യം വെച്ച് കേൾക്കുകയും അത് ഷെയർ ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു, ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നു, ഡോക്ടർ എൻഡോസ്കോപ്പി പറഞ്ഞു, അതിനകത്ത് നോർമലാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ സാക്ഷി ഞാൻ കേട്ടു, ഇതുപോലെ പ്രശ്നം വന്നു, ഡോക്ടർ CT സ്കാൻ സജസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി, ഞാൻ ഡോക്ടറെ ഇനി പോയി കാണില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിലൂടെ എനിക്ക് ഈശോ തന്ന സന്ദേശം, നിനക്കൊരു കുഴപ്പമില്ല, നീ എൻഡോസ്കോപ്പി ചെയ്താലും CT ചെയ്താലും നിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് നോർമലായിരിക്കും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ തന്നെ അറിയാതെ ആ പ്രശ്നം അത് മാറിപ്പോയി. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. അതിനുശേഷം എനിക്ക് മോഷൻ പോകുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊരു ഗ്രോത്ത് പോലെയും ഭയങ്കര പെയിനും ഒരു എരിച്ചിൽ പോലെയൊക്കെ വന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നീ അത് ഓയിൽമെൻറ്റ് പുരട്ടുക, അതിനുശേഷം അത് കുറഞ്ഞില്ല എങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതും പ്രാർത്ഥിച്ചു. അതും എനിക്ക് മാതാവ് ഒരു കുഴപ്പമില്ലാതെ, ഒരു സർജറിയുടെയോ ഒന്നിൻ്റെയോ ഒരാവശ്യമില്ലാതെ എനിക്കത് മാറ്റി തന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല.
ഈ 4 രോഗസൗഖ്യങ്ങളും കിട്ടിയപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയാണ് എൻ്റെ ഡോക്ടർ, അമ്മയാണ് എൻ്റെ ഫാമിലി ഫിസിഷ്യൻ. അമ്മയ്ക്ക് പരിശുദ്ധ കുമാരനിൽ നിന്ന് മേടിച്ചു തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രോഗസൗഖ്യങ്ങളും ഇല്ലാതില്ല. അതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ 4 രോഗസൗഖ്യങ്ങളും ഒരു കുഴപ്പമില്ലാതെയാണ് മാതാവ് എനിക്കത് എടുത്തു മാറ്റി തന്നത്. ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടേഴ്സ് നല്ലൊരു ടീമാണ്. എനിക്ക് ആ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ഒത്തിരി കാര്യപ്രവർത്തനങ്ങൾ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരെല്ലാം കൂടി ഒരു ഹോസ്പിറ്റലിലോട്ട് മാറുന്നതായിട്ടൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാനിവിടെ 5ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതി. ഒരിക്കലും ഇപ്പോൾ ഒരു 3 ഉടമ്പടിക്ക് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഭൗതികമായിട്ടുള്ളതൊന്നും എഴുതാറില്ല. എല്ലാം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കണം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ അതും എഴുതും. അന്ന് ഞാൻ എൻ്റെ നിയോഗം എഴുതി, അമ്മയുടെ ഇഷ്ടം നടക്കണം, അമ്മ എവിടെയാണ് എനിക്കൊരു ജോലി തരുന്നതെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല സാലറിയോട് കൂടെ തന്നെ എൻ്റെ ഈ സെയിം ഡോക്ടേഴ്സിൻ്റെ കൂടെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പോകാനുള്ള ഒരു അവസരം മാതാവ് തന്നു. എനിക്ക് ജാനുവരി 1 പുതിയ ഹോസ്പിറ്റലിൽ കയറണം. അതേ ടീമിൻ്റെ കൂടെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ മാറുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൗസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു. ഒരു 1.5 മാസം 2 മാസം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. എനിക്കൊന്നും കിട്ടിയില്ല. കാരണം വാടക എല്ലാം നോക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ഡേ കെയർ, എനിക്ക് അടുത്തൊരു പള്ളി വേണം എന്നൊക്കെയുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് പള്ളി പോകാൻ സാധിക്കില്ല. പക്ഷേ സാറ്റർഡേയ്സ് സൺഡേയ്സ് ഞാൻ മാക്സിമം എൻ്റെ ജോലിയുടെ സൺഡേയ്സ് എനിക്ക് വർക്കില്ല, സാറ്റർഡേയ്സ് എനിക്ക് വർക്കുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ വർക്കെല്ലാം മാറ്റി വെച്ച് ഞാൻ അതിൻ്റെ കുർബാനയിൽ പങ്കുചേരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെങ്കിലും എനിക്ക് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു വീട് പോയി കണ്ടു. പക്ഷേ ഞാൻ ഒത്തിരി റെൻറ്റ് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പരിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അമ്മ എനിക്കിത് തന്ന് അനുഗ്രഹിക്കണം, അമ്മ ഇവിടം വിശുദ്ധീകരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ഡേ കെയർ ഉണ്ട്, പള്ളിയുണ്ട്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയല്ല ഞാൻ ചെയ്തത്, മാതാവിൻ്റെ ഇഷ്ടം അവിടെ നിറവേറണം എന്നാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ആ വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയുമാണ് ഈശോ എനിക്ക് നൽകി, മാതാവ് എനിക്ക് ഈശോയോടെ വാങ്ങിച്ചെന്ന അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ തന്നെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നോൺ ക്രിസ്ത്യൻസ് ഒക്കെയാണ്. ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഞാൻ പത്രം കൊണ്ടുപോയി ഞാൻ എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഞാൻ ഇരുന്ന് അവരോട് ആദ്യമൊക്കെ പത്രം ചുമ്മാ കൊടുക്കുമായിരുന്നു, എനിക്ക് അത്ര അറിവില്ലാഞ്ഞതുകൊണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ അടുത്ത്. അവർക്കൊരു വിശ്വാസം വരുന്ന രീതിയിൽ. കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉണ്ട് ക്യാൻസർ രോഗികളായിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞ് വിശ്വാസപ്രമാണം ചെയ്ത് തൈലം പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറയും, നീ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പരിസരത്ത് നോക്കാറില്ല. ചില സമയത്ത് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് സൗഖ്യങ്ങളെ കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് പോയി ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, മുമ്പൊക്കെ ജസ്റ്റ് ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കാരുണ്യപ്രവൃത്തി എന്താണ്, കാരുണ്യത്തോടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ മാസവും എനിക്ക് ഈശോ തരുന്ന ശമ്പളത്തിൽ നിന്ന് അതിൽ നിന്നൊരു ഭാഗം മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം തിരിയിൽ റോസാപ്പൂവായിട്ടും ഹൃദയത്തിൻ്റെ രൂപമായിട്ടും മഴവില്ലൊക്കെ ആയിട്ട് ഒക്കെ എനിക്കിങ്ങനെ അത് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ, എനിക്കൊരു പേടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് അങ്ങനെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഞാനതിവിടെ മുമ്പ് സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം പറയുന്നത്, അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്കൊന്ന് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല, അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്ധികളായിരിക്കും, അവരുടെ സന്ധികളും അവരാൽ അനുഗ്രഹീതമാകും. ഈ വചനം എനിക്ക് കിട്ടിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയും കുഞ്ഞിന് വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചെല്ലിന് ശേഷം ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ ഈ വചനം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാറ്റിൽ ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി.
അപ്പോൾ ആ ഒരു ചേട്ടൻ ആരും സഹായിക്കാനില്ലാണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരവസ്ഥ, ഒരു റൂമിലായിപ്പോയി, അടച്ചുപോയി. പക്ഷെ തുറന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഭയമായി. കാരണം ഞാനും ഹസ്ബൻഡ് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രായമായിട്ടുള്ള എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അമ്മ മാറി മാറിയാണ് കുഞ്ഞിനെ നോക്കാൻ വരുന്നത് ബാംഗ്ലൂർ. അപ്പം അവർക്കൊരു സഹായം വന്നാൽ, ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരും അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാകുമോ, അങ്ങനെ ഒരു ഭയം വന്നു എനിക്ക്. അപ്പോൾ എനിക്ക് വന്ന വചനമാണ് നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലത്ത് വശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. അപ്പോൾ ആ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി, ആര് കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആര് നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബോധ്യം നൽകി ഞാൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ നാണക്കേടൊന്നുമില്ല. പക്ഷേ അക്രൈസ്തവരുടെ ഇടയിൽ കൊടുക്കുമ്പോൾ അവരതെങ്ങനെ, അവിടെയുള്ള ആൾക്കാർ അത് എടുക്കും, എങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നു. അപ്പം അന്നേരം എനിക്ക് കിട്ടിയ വചനമാണ്, നീ അവരെ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ കൂടെ വരുന്നത്, ഞാനാണ് എൻ്റെ ദൈവം. അപ്പോൾ ഈ വചനം പറഞ്ഞാണ് ഞാൻ അവരുടെ അടുത്ത് പോകുന്നത്. അതുപോലെ തന്നെ രോഗാവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം വരില്ല എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയിലൊക്കെ ഞായറാഴ്ചകളിൽ ചില സമയത്ത് കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ എനിക്ക് ശരിക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ കിട്ടാറില്ല അവനെയും കൊണ്ട് പോകുമ്പോൾ. പക്ഷേ ഞാൻ അതിനോട് പകരം ശനിയാഴ്ച പോകും. അന്ന് ഏറ്റവും മുമ്പിൽ പോയി നിന്ന് അൾത്താരയിൽ അർത്ഥം മനസ്സിലാക്കി ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന, ചില സമയത്ത് 1 മണിക്കൂർ അത് മനസ്സിലാക്കി. മുമ്പൊക്കെ ബൈബിൾ വായിക്കുമെങ്കിലും അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ഇതിലോട്ടൊന്നും എനിക്ക് എത്രയും ജസ്റ്റ് വായിച്ചു പോകും എന്നല്ലാണ്ട് അത് മനസ്സിലാക്കി വായിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിക്കുകയും എനിക്ക് അതിനകത്ത് നിന്ന് മനസ്സിൽ തട്ടുന്ന വചനം ഞാൻ എഴുതി വെക്കാറുമുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വചനം എപ്പോഴും ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു 18 ജപമാലയെങ്കിലും തനിയെ ഇരുന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്, കരുണയുടെ ജപമാല, ജപമാല അല്ലാതെ ജപമാല, അങ്ങനെ എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്ന എന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജെറമിയ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. നിമിഷ ജമേ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഭൗതികമായ നന്മകളെയും ആത്മീയമായ ബോധ്യങ്ങളെയും അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ 4 രോഗസൗഖ്യങ്ങളെക്കുറിച്ച് അമ്മയുടെ തിരുനടയിൽ നന്ദിയോടെ സൂചിപ്പിച്ചു. ഓരോ രോഗവിഷയ സമയത്തും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, അത് സവിശേഷമായി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചുകൊണ്ട് മകൾ ക്ലേശപൂർണമായ ആ രോഗപീഠകളിൽ നിന്ന് പൂർണ്ണമായി ആരോഗ്യം പ്രാപിച്ചത്, ഭയപ്പാടുകൾ മാറിയത്, സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം ജോലി സംബന്ധമായ ഒരു ക്രൈസിസ് വരുമ്പോഴും യൂണിറ്റ് ഒരുമിച്ച് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ അത് തന്നെ ഉൾപ്പെടുത്തുകയോ കൊണ്ടുപോകുകയോ ചെയ്യുമോ എന്ന് ആകെ ആകുലപ്പെട്ട് നിൽക്കുമ്പോഴും മകളുടെ നിയോഗത്തിൻ്റെ രീതി നാം ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് അവരോടൊപ്പം പോകണമെന്നല്ല, അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകണമെന്നാണ് നിയോഗം എഴുതി വയ്ക്കുന്നത്. അത് പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനയാണത്. ദൈവേഷ്ടം നിറവേറട്ടെ. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന നിയോഗം എഴുതുന്ന രീതി അത് മാത്രമാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നീട് ഉത്തരവാദിത്തമെല്ലാം തമ്പുരാൻ്റെതാണ്. കാരണം നമുക്ക് റിസർവേഷൻസ് ഇല്ല, നമുക്ക് സ്വാർത്ഥപരമായ ഇന്ന കാര്യങ്ങൾ കിട്ടണമെന്ന നിർബന്ധങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നില്ല. മറിച്ച് ദൈവത്തിന് പൂർണ്ണമായി ക്ലീൻ ചീട്ട് കൊടുത്തുകൊണ്ട്, പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്മേൽ ഭരിക്കുവാൻ, നയിക്കുവാൻ, സംരക്ഷിക്കുവാൻ, സഹായിക്കുവാൻ ദൈവികമായ ഇടപെടലിന് വേണ്ടിയാണ് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, മരിയൻ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് എപ്പോഴും ദൈവഹിതം നിറവേറണമേ എന്നതായിരിക്കണം ഓരോ നിയോഗം എഴുതുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത്. കാരണം നമ്മുടെ അറിവ് കുറവാണ്,
കാഴ്ചപ്പാടും കാഴ്ചയും കുറവാണ്. നമുക്ക് അതിലും വലുതായി നമ്മളെ അറിയുന്നവനും കാണുന്നവനും തമ്പുരാൻ മാത്രമാണ്. നമ്മുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരുപക്ഷെ നല്ലതെന്ന് തോന്നുന്നത് അല്പകാലം കഴിയുമ്പോൾ നമുക്ക് ദോഷമാകുവാൻ സാധ്യതയുള്ളത് ദൈവം നമുക്ക് അനുവദിച്ചു തരുവാൻ മടിക്കുകയോ വൈകുകയോ ചെയ്യും. എന്നാൽ ദൈവകരങ്ങളിലേക്ക് നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമാകുന്നതും ദീർഘകാലത്തേക്ക് നന്മ നൽകുന്നതും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നതും അവയിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ തമ്പുരാൻ എപ്പോഴും കൂടെ നിന്ന് സഹായിക്കും. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയും, നമ്മളങ്ങോട്ട് പറഞ്ഞിരിക്കുന്നവരാവാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി സ്പേസ് കൊടുക്കണം, സമയം കൊടുക്കണമെന്ന്. അതുകൊണ്ട് ദൈവഹിതം എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അതൊരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരായിരിക്കില്ല, നമ്മുടെ ഇഷ്ടങ്ങളെ പൂർണ്ണമായി തള്ളുന്നതുമായിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു നിയോഗമോ ആഗ്രഹമോ ഉണ്ടാവാം. ആ ആഗ്രഹം ദൈവം അത് നമ്മൾ ചേർത്തെടുത്തുകൊണ്ട് ഏറ്റവും ഉചിതമായത് നമുക്ക് അനുവദിച്ചു തരുന്നത് അനുഭവിക്കുവാനാവും. അതാണ് മകൾ തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞത്. ദൈവേഷ്ടം നിറവേറുവാൻ വേണ്ടി 5ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതി വെച്ചു, പക്ഷേ എനിക്കൊരു കോട്ടവും വരാതെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ ജീവിതത്തെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയെന്ന. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾക്ക് വന്ന ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ്. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അവരുടെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച്, പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് മകൾ സംസാരിക്കുകയാണ്. എന്താണിത്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു. ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും സന്തോഷത്തോടെ തിരിച്ചറിയുന്നു. എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെയും എനിക്ക് വേണ്ടി ക്രമീകരിച്ചു തരും. അതെൻ്റെ ജീവിതം ശുഭകരമാക്കുന്നതാവും, അതിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നതാവും. ഞാൻ കാണുന്നതിനപ്പുറമുള്ള നന്മകൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവ് എനിക്കൊരുക്കി വയ്ക്കുന്നതാവും. അതാണ് മകൾ പറയുന്നത്. ആകുലതയോടുകൂടി ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വചനത്തോടാണ് സംസാരിക്കുന്നത്. വചനം വായിച്ച് പേജ് മറിച്ച് പോകുവാനുള്ളതല്ല, വചനം സംസാരിക്കുവാനുള്ളതാണ്. മകൾ പറയുന്നുണ്ട്, ഇങ്ങനെ അടുത്തൊരു വീട്ടിൽ പ്രായമുള്ള ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കാൻ വന്ന് ഇതിനകത്ത് എന്തെങ്കിലും ആയിപ്പോയാൽ എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ ആദ്യ പിടിച്ച് നടക്കുമ്പോൾ വചനമാണ് എന്നോട് സംസാരിക്കുന്നത്. അത് ദൈവത്തിൽ ആശ്രയിക്കുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരെ ദൈവം കാത്തുകൊള്ളുന്ന വചനത്തെക്കുറിച്ച്. പ്രിയമുള്ളവരെ, വചനം വായിക്കുമ്പോൾ അത് ദൈവം സംസാരിക്കുവാൻ വേണ്ടി വായിക്കണം. ഈശോയുടെ സംരക്ഷണം അനുഭവിക്കുന്ന തരത്തിൽ നാം അത് വായിക്കണം. വെറുതെ അധ്യായം വായിച്ച് തീർക്കലല്ല, മറിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നതാണ് വചനവായന എന്നത്. മകൾ ആ ഉടമ്പടി ക്രമത്തിൻ്റെ ഓരോ കാര്യത്തെയും നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ്. ദൈവമാണ് നമ്മുടെ വരുമാനങ്ങളെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ കരങ്ങളിൽ തൊഴിലിലൂടെ മറ്റ് സാഹചര്യങ്ങളിലൂടെ നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് വരുമാനം നൽകുകയും ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ ദരിദ്രർക്ക്, അഗതികൾക്ക് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഓഹരിക്ക് അവകാശമുണ്ട്. ഔദാര്യമല്ല, അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ എന്ത് ലഭിക്കുമ്പോഴും ഓർക്കണമേ, ഞാനത് എനിക്ക് ലഭിച്ചതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ശ്രദ്ധ വയ്ക്കുമെന്ന്. നിങ്ങളത് കൊടുക്കാത്തവരാണെങ്കിൽ ഒന്നുകൂടി ജീവിതത്തെ സൂക്ഷിച്ചു നോക്കൂ. അത് ദുർവ്യയമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് ദുർവ്യയമായി വീട്ടിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ ബലപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ അവരുടെ അരികിൽ ദൈവം ജീവിക്കുവാൻ അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് അർഹതയുള്ളവർക്ക് നൽകുവാൻ സന്തോഷത്തോടെ സന്മനസ്സാകുമ്പോൾ ഓർക്കണമേ, ദൈവം ചിരിക്കുന്നു, നിയോഗം അനുഗ്രഹിക്കപ്പെടുന്നു. അതിൻ്റെ സാക്ഷികളാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഉടമ്പടി ജീവിക്കാം, വിശ്വസ്തതയിലും വിശ്വാസത്തോടും ജീവിക്കാം, സന്തോഷത്തോടു കൂടി അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാം. നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും ദൈവം അല്പം പോലും മടി കൂടാതെ, അമ്മ മാതാവ് അല്പം പോലും താമസിക്കാതെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നമ്മളെ വഴി നടത്തുന്നത് കാണാനാവും. മകൾ കാരുണ്യ പ്രവൃത്തിക്ക് എങ്ങനെയാണ് അനുഗ്രഹം ലഭിച്ചത്? മകൾ പറഞ്ഞ രോഗവിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ രോഗങ്ങൾ ചികിത്സിച്ച് തീർക്കുവാൻ
ആയിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ടാകും. കാരുണ്യപ്രവൃത്തിയിലൂടെ അവൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു തരത്തിൽ വരേണ്ട ചെലവുകളെല്ലാം ദൈവം ആ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി സൗഖ്യം നൽകിക്കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം ചെയ്യേണ്ടത് ചെയ്താൽ അനാവശ്യമായി ഒന്നും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കില്ല. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.